ഇതൊരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഡെയിലി വ്ളോഗാണ്. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ കാണിച്ചു തരുന്നത്. ഈ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നേരം പിലർന്ന് സാധാരണഗതിയിൽ ഞാൻ മൂട്ടിൽ വെയിലടിക്കുമ്പോൾ മാത്രമാണ് എഴുന്നേക്കാറുള്ളത്. പക്ഷേ ഇന്ന് നേരത്തെ എഴുതിയേക്കേണ്ടി വന്നു, എഴുന്നേറ്റേ പറ്റൂ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ റൂം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ വെട്ടമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ. അത്രയും വലിയ വിൻഡോ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എഴുന്നേറ്റത് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്, കിറിഞ്ചിരിക്കുകയാണ് ഗായ്സ്. വയ്യ എനിക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവണം. കാരണം എന്താണ്, നമുക്ക് പണിയെടുക്കാനുണ്ട്, വർക്കുണ്ട് നമുക്ക്. എന്താണ് കാര്യം എന്നുള്ളത് പറയാം. അപ്പം ഞാനൊരു കുഞ്ഞ് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കത് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഞാൻ ഇരുന്നൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് ശ്വാസോച്ഛ്വാസം എടുത്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇത് തന്നെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യും, ബ്രീത്ത് വിടും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണല്ലോ. അപ്പോൾ ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഡേയിൽ ഭയങ്കര എന്താ പറയുക എനർജി ആയിരിക്കും എന്നാണ് പറയുന്നത്. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ കാമാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് നമ്മൾ കുഞ്ഞിലേ ചെയ്യുമായിരുന്നല്ലോ, പാട്ട് പഠിക്കുന്നതുകൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കിതറിയാം. പക്ഷേ കുറേ നാളായിട്ട് ചെയ്യാണ്ടൊക്കെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഓഫ് ഒരു സ്ട്രെങ്ത് തന്നിട്ട് മെൻറ്റൽ ആൻഡ് ഫിസിക്കലി നമുക്കൊരു ആശ്വാസം തരാനായിട്ട് ഈ ഒരു സംഭവം കാമാക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചു കേട്ടോ. ഇത് ബെഡ്ഷീറ്റല്ല, ചുരുക്കം പറഞ്ഞാൽ ചാക്കാണ്. കാരണം ആ ഷീറ്റിൻ്റെ 3 സ്ഥലം അടിച്ച് വെച്ചിട്ട് ചാക്കിൻ്റെ അകത്ത് കയറുമല്ലോ, അതേപോലെ ഞാൻ കയറി അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഇതെൻ്റെ മാത്രം സ്പെഷ്യൽ ബെഡ്ഷീറ്റാണ്. പിന്നെ ഞാൻ മുഖം കഴുകി, ജസ്റ്റ് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് മാത്രം മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ നേരെ പോയി പല്ല് തേക്കാൻ പോയി. അപ്പം എനിക്ക് വിസ്ഡം ടൂത്ത് എടുത്തായിരുന്നു കേട്ടോ. സർജിക്കൽ എക്സ്ട്രാക്ഷൻ ചെയ്തെടുത്തായിരുന്നു. അതിനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ഹീലിംഗ് ഒക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പേസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെന്താ പറയണ്ട, പിന്നെ ഈ കർട്ടൈൻസൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ചുകൂടെ വെട്ടം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു എനർജി കിട്ടും. ലൈറ്റ് വരുമ്പോഴത്തേക്കുള്ളൊരു എനർജി കിട്ടുമല്ലോ, അല്ലെങ്കിൽ പിന്നെയും എനിക്ക് ഉറക്കം വരും, അതാണ് മെയിൻ. അപ്പോൾ നമുക്കിനി അധികം സമയമില്ല, ഫുഡ് കഴിക്കണം. അപ്പം ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വന്നിട്ട് സ്കിൻ കെയർ ചെയ്യണം കേട്ടോ. നമുക്ക് ഒരുങ്ങണം. ഈ ഡ്രസ്സൊന്നും ഇട്ടാൽ പോരാ, നമുക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, വർക്ക് ഫ്രം ഹോം പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാം. പിന്നെ കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുക, കാരണം ക്ലാസ് ആണല്ലോ. ഇത് കഴിഞ്ഞാലും എനിക്ക് ക്ലാസ് ഉണ്ട്. ഈ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 7 to ആണ് കേട്ടോ, രാവിലെ 7 മണി ആ ടൈമിലാണ്. പിന്നെ എനിക്ക് ഇവിടെ ഒരു 10 മണിയാകുമ്പോൾ വേറെ പിള്ളേർ വരും. അപ്പോൾ അവർക്ക് പാട്ട്, ഡാൻസ്, വയലിൻ്റെ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു മണിയാവും. അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് വരും 2 മണിക്ക്. അത് ട്യൂഷൻ അങ്ങനെയുള്ള ഇതാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം പരിപാടി തുടങ്ങും. അതൊരു 7 to 10 വരെ എനിക്കുണ്ട്. അപ്പം ബിസിയാണ് ഇന്നത്തെ ദിവസം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ടൈം കിട്ടിയപ്പം എഡിറ്റ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹെയർ കളറിൻ്റെ. സ്വന്തമായി ചെയ്തതിൻ്റെ കേട്ടോ. കണ്ടു നോക്കും, ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാമേ. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടു, അതിന് ശേഷം മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രോഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഷിക് ന്യൂട്രിക്സിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടില്ലായിരുന്നു ഗേയ്സ്. ഷിക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു സിറം എടുത്ത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഇത് ഹൈലറോണിക് ആസിഡ് ഉള്ള സിറമാണ്, ഹൈഡ്രോണിക് ആസിഡിൻ്റെ സിറമാണ്, ഹൈലറോണിക് ആസിഡിൻ്റെ സിറമാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായല്ലോ. അത് അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സപ്പിളായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിവിടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ എടുക്കുന്നത്. മാറ്റിഫയിങ് മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നിന് അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ വിൻ്ററാണ്, അപ്പം നമ്മുടെ ഹൈഡ്രേഷൻ ലെവലിന് ഇത് പോരാ. ഞാൻ ഹൈലറോണിക് ആസിഡുള്ള സിറം യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ മോയ്സ്ചറൈസർ ഇട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സിറമൈഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എസൻസിൻ്റെ ബ്രോ ജെല്ലാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, ഭയങ്കര നാച്ചുറൽ ലുക്ക് തരുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ. നമ്മൾ ഈ അറ്റം വെച്ചിട്ട് ചെയ്യുമ്പോഴേ പ്രൊഡക്റ്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അധികം വരുന്നില്ല, എന്നാലും ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് കൈ വെച്ചൊന്ന് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരുന്നോളും. ഇപ്പുറത്തെ ഐബ്രോസിലും സെയിം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുന്നൊന്നുമില്ല. സെയിം ബോണ്ട് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ എടുക്കുന്നത് പ്ലമ്മിൻ്റെ പീച്ചി കീൻ എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ബ്ലഷാണ്. കിടിലം ബ്ലഷാണ് കേട്ടോ ഇത്. പിന്നെ പ്ലം ബ്രാൻഡ് ഭയങ്കര വീഗനായിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. നല്ല സ്കിൻ കെയർ ആണ്. പ്ലമ്മിൻ്റെ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഞാൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ലൈക്ക് പ്രോഡക്റ്റ്സ് എനിക്ക് അവരുടെ അത്രത്തോളം ഇഷ്ടമാണ്. മേക്കപ്പ് ആയിക്കോട്ടെ, സ്കിൻ കെയർ ആയിക്കോട്ടെ, നല്ല പ്രൊഡക്ട്സാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോരാന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ് പ്ലമ്മിൻ്റെ. സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടതൊരു നാച്ചുറൽ ലുക്കിംഗ് ആണെന്നുള്ളത് കണ്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈസിലി ബ്ലെൻഡബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഒന്നിങ്ങനെ കയ്യിൽ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ലപോലെ കളർ പേ ഓഫ് ഉള്ള പ്രോഡക്റ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക,
നല്ലൊരു ഹൈ എൻഡ് പെർഫോമൻസ് ഉണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 450 500 അടുത്ത് റേറ്റ് ഉണ്ടെങ്കിലും ഓഫറിൽ നമുക്ക് എപ്പോഴും ഒരു 300 രൂപയിൽ താഴെയൊക്കെ കിട്ടും. എനിക്ക് ഫസ്റ്റ് ഈ സാധനം കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ്. അവരുടെ ബർത്ത്ഡേ സെയിലിൽ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ എനിക്ക് ബ്ലഷ് ക്രഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഭയങ്കര കളർ പേ ഓഫ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ബ്ലഷ് ഇടുന്ന കണക്ക് ഞാൻ വാരി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര കളറായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇച്ചിരി മതി, പക്ഷേ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഒരെണ്ണം കൂടെ അങ്ങ് മേടിച്ചു. PCK എന്ന് പറഞ്ഞ ഷെയ്ഡ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര കിടിലം ബ്ലഷാണ്. ബ്ലഷ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് നോക്കട്ടോ, നല്ലതാണ്. പ്രോഡക്റ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇട്ട ലിപ് ബാം ജസ്റ്റ് ഒന്ന് മായ്ച്ചതിന് ശേഷം ഞാനിവിടെ ഇടുന്നത് മാമ എർത്തിൻ്റെ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ ഇത് ഒരു മീഡിയം സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു ഡസ്കി സ്കിൻ ടോണുകാർക്കാണ് കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്രിക്ക് ഷെയ്ഡ്സൊക്കെ അവർക്കാണ് കുറേ കൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് നമ്മളിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതല്ലേ അവർക്ക്. പക്ഷേ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ, ഒരു ഓറഞ്ചിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു കളർ, ഒരു ന്യൂഡായിട്ട് വരും. അപ്പോൾ ഭയങ്കര രസമാണ് അവർക്ക് കാണാനായിട്ട്. ഇത് നമുക്കിടുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ സൈഡായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാമ എർത്തിൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടെ ഇത് നന്നായിട്ട് തന്നെ ഒരു 12 hour പ്ലസ് ഇത് ലാസ്റ്റ് ചെയ്യും, കിടിലായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെയും പ്ലമ്മിൻ്റെ കാജലാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കാജലാണ്. ഈ ചാനൽ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, എപ്പോഴും എൻ്റെ കയ്യിൽ ഇത് കാണും. എത്ര കാജലുണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാജൽ. ഭയങ്കര അടിപൊളി കാജലാണ്. എന്തിഷ്ടം പറയാം എനിക്കിത്. അത് ഉപയോഗിച്ചത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ PR ചെയ്യാറുണ്ടടാ, പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആവശ്യമെടുത്ത കാര്യങ്ങളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതെന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെ ബ്രാൻഡിൻ്റെ അടുത്ത് പറയും. കാരണം എൻ്റെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബ്രാൻഡിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല, നിങ്ങളിത് ഇങ്ങനെ ഇട്ടേ പറ്റുള്ളൂ എന്നൊന്നും പറയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അത് കൊറിയർ അയച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കാം. നമുക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അല്ലാതെ ഒരു ബ്രാൻഡ് നമ്മളടുത്ത് ഇന്നത് പറയാമെന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. അപ്പം അത് ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ മെയ്ബിലുണ്ട് വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര, വാഷബിൾ മസ്കാരയാണ് കേട്ടോ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണ് നമ്മൾ മേളിൽ എഴുതുന്നില്ല. ഇത് മസ്കാര ഇട്ടൊന്ന് ചത്ത് കുത്തിയിരിക്കുന്ന എൻ്റെ കണ്ണിനെ ഒന്ന് ഉണർത്തുവാണ്. എനിക്കിപ്പോഴും എൻ്റെ പഫിനെസ് ഫേസിൽ നിന്ന് പോയിട്ടില്ല. കണ്ടോ, കണ്ണിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടൊരു പഫിനെസ്സും ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ മസ്കാര നന്നായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനൊരു ജീവൻ വെച്ച് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. മസ്കാര നല്ലതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന മസ്കാരയുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ്, മെയ്ബിലുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് ഫ്രഷ്യൻ മസ്കാര എന്ന് പറഞ്ഞിട്ട് ബോഡി ഷോപ്പിൻ്റെ ഒരെണ്ണമുണ്ട്, ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ പൊട്ട് വെച്ചു, അതിനുശേഷം മുടി അഴിക്കുകയാണ്. മുടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഴിച്ചിടാമെന്ന് വിചാരിച്ചു, പക്ഷേ അഴിച്ചിട്ടിട്ട് എത്ര നേരം നമ്മൾ ഇരിക്കും, പറ്റത്തില്ലടാ, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് മുടി പിന്നെ എങ്ങനെയൊക്കെയോ കുട്ടിപ്പിടിച്ചൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. 2023 തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത് ചെയ്യണം, അച്ചീവ് ചെയ്യണമെന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 90% നടന്നായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ്, എനിക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് അല്ലാതെ തന്നെ ഞാൻ ഫിനാൻഷ്യലി ലൈക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ തന്നെയാണ് നോക്കുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് കൂടാതെ എനിക്കൊരു ജോബ് വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഈ വർഷം നടക്കൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പറയത്തില്ലേ ട്രസ്റ്റ് ദ ടൈമിംഗ് എന്ന്, അതേപോലെ എനിക്ക് ഈ വർഷം തന്നെ ജോബ് കിട്ടി. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് നേരം വന്ന് കിടന്നു കേട്ടോ. എന്നിട്ടൊന്ന് എന്താ പറയുക, ഒരു പവർ നാപ്പൊക്കെ എടുത്തു, ഒരു 10 to 20 minutes എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തലവേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആയിരിക്കും. പിന്നെ ഞാനിവിടെ പിള്ളേർക്ക് പാട്ട് ക്ലാസ് എടുക്കുകയാണ് രാവിലെ. ഇപ്പോൾ പിള്ളേർക്ക് എക്സാമൊക്കെ ഉണ്ട്, അങ്ങനെ പിള്ളേരില്ലടാ, കുറച്ച് കുറവാണ്. എക്സാം കഴിയുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഇവരെ താളം ഇടാൻ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. ആദ്യ താളം ഇടാൻ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഡാൻസ് ക്ലാസ് വീട്ടിൽ പിള്ളേരെ എടുത്തു. അതിനുശേഷം പിന്നെ നൈറ്റ് എനിക്ക് 7 to 10 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഓൺലൈനാണ്. അപ്പം അത് ഞാൻ നന്നായിട്ട് തന്നെ എടുത്തു. ഒരു വാവയായിരുന്നു കേട്ടോ, മോക്ക് എടുത്തു. അതിനുശേഷം വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു അമ്മ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്കും എടുത്തു. പിന്നെ ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം പിന്നെ ഞാൻ സുഖമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. നല്ല ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.